ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം. ഇന്നെന്തോ ഹാപ്പി ബർത്ത്ഡേ ആണോ? ആരുടെ ആണോ? എന്തോ കാര്യം, മുട്ടായി ഉണ്ടോ? കേക്കുണ്ടോ? എനിക്ക് തരുമോ? ആ, ഞങ്ങൾ അംഗൻവാടിയിൽ പോവാ. എവിടെ പോവാ? എവിടാ മോൻ? എവിടെ പോവാ? എവിടെ പോവാ? എവിടെ എവിടാണ്? അങ്ങോട്ടോ? തമ്പൂരിൻ്റെ അടുത്തോ? നമുക്ക് ഈ കല്യാണിയെ കൊണ്ടുവിട്ടിട്ട് പോവാമേ. എൻ്റെ കല്യാണി എന്ത് ചെയ്യും? കല്യാണിയെ കൊണ്ടുവിട്ടിട്ട് നമുക്ക് പോവാം കേട്ടോ. കല്യാണി നമുക്ക് പോകണ്ട. ഈ വഴിയൊക്കെ നമ്മൾ കുറേ നടന്നിട്ടുള്ളതാണ്. കുഞ്ഞുങ്ങളായിട്ട് ഈ പരുവത്തിലൊക്കെ നടന്ന സമയത്തൊക്കെ ഓടിച്ചാടി നടന്ന സ്ഥലങ്ങളാണ്. അന്നൊന്നും ഇവിടെ നിന്ന് ഈ മതിലുകളൊന്നും ഇല്ലായിരുന്നു. എല്ലാം നിരപ്പായ സ്ഥലമായി. റോഡുണ്ടായിരുന്നു, പക്ഷേ ബാക്കി എല്ലാ വീടുകളൊന്നും അങ്ങനെ പുരോഗമിച്ചിട്ടോ ഈ ഗേറ്റ് കാണിക്കുന്ന അവിടെ ഒന്നും അങ്ങനൊന്നും ഇല്ലായിരുന്നു. എല്ലാം കാടൊക്കെ നാട്ടിൽ പറയാം. വീടുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ മതിലും ഗേറ്റും സെപ്പറേറ്റ് ഒന്നും ആക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മളിതുപോലൊക്കെയായിരുന്നു അംഗൻവാടി അമ്മയുടെ കൂടെയും കൂട്ടുകാരുടെ കൂടെയൊക്കെ ഇങ്ങനെ പോകുന്നത്. ഇവിടെയൊക്കെ വന്ന് ഞങ്ങൾ ഇവിടെയൊക്കെ കളിക്കാറുണ്ട്. അതുകൊണ്ട് ഈ കുഴൽക്കിണറിൻ്റെ ഭാഗത്തൊക്കെ ഞങ്ങൾ കളിക്കാറുണ്ട്. അങ്ങനെയൊക്കെ നടന്ന് നടക്കണ. ഞാനിപ്പോൾ അവനെ എടുക്കണമെന്ന്. ഇനി ഞാൻ എടുക്കും, ഞാൻ വീഡിയോ എടുക്കും. ഇങ്ങനെ വീഡിയോയിലോട്ട് കയറി കരയുന്നവരെയൊക്കെ ഞാൻ വീഡിയോ എടുക്കും. ഇല്ലേ സൂര്യ? നടക്കാത്തവരെ എടുക്കും ഞാൻ വീഡിയോ. നിനക്ക് നടക്കാൻ വയ്യല്ല? ഒരെണ്ണത്തിന് നടക്കാൻ വയ്യ. എടാ എൻ്റെ ചെരുപ്പി ചവിട്ടാതനാ. എത്ര വയസ്സായി നിനക്ക്? ഞങ്ങൾ വന്ന വഴിയെ ഞാൻ പഠിച്ച അംഗൻവാടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടുത്തെ ഒരു ടീച്ചറൊക്കെ മാറി, ഇപ്പോൾ വേറെ ടീച്ചറാണ്. ഞങ്ങൾ പഠിച്ച സമയത്ത് ടീച്ചറും ഒരു ആയ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടീച്ചറൊന്നും അല്ല. ഞങ്ങൾ അങ്ങോട്ട് പോവാം. അപ്പോൾ പുതിയതായിട്ടൊക്കെ അവിടെ ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നു. ഇപ്പോൾ ഒത്തിരി ഹൈടെക് ആക്കിയല്ലോ അംഗൻവാടിയല്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇല്ലേ സൂര്യ? സൂര്യയുടെ സ്കൂളിലാണോ പോന്നേ? അപ്പ പഠിച്ച സ്കൂളാ അത്. എന്നാ അപ്പ പഠിച്ച സ്കൂള് കാണട്ടെ. അപ്പ അവിടെ എന്തുണ്ട് മോന്? അവിടെ കേക്കുണ്ടോ? കേക്കുണ്ടെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് കൊണ്ടുപോവുക. അംഗൻവാടി വരാൻ ഭയങ്കര മടി. അവൻ കേക്കുണ്ടെന്ന് പറഞ്ഞേ കൊണ്ടുപോകുന്നത്. പണ്ടൊക്കെ ഞങ്ങൾ എന്തുവായിരുന്നു, കരഞ്ഞ് പോയി അമ്മ പോകുന്നുണ്ടോയെന്നും നോക്കി അമ്മ അവിടെ പിടിച്ചിരുത്തി അങ്ങനെ ആയിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ വരുന്നോന്ന് ഇതുവഴി മേലോട്ട് നോക്കും ജനലേക്കടെ. പിന്നെ ഇപ്പം പിള്ളേർ അത്രയൊന്നും ബഹളമില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെല്ലാം. എത്തിയട്ടോ ഞാൻ പഠിച്ച മണി ടീച്ചറല്ലേ ഇപ്പോഴും? നടന്നിറങ്ങും. നമുക്ക് കേക്കുണ്ടോ എന്ന് ചോദിച്ചു ടീച്ചറിനോട് ചോദിക്കണേ കേക്കുണ്ടോ എന്ന് കേട്ടാ. നീരിൻ്റെ ചെരുപ്പ് വരടാ, അങ്ങോട്ട് കയറടാ. നമുക്ക് അംഗൻവാടിക്കകത്ത് എന്താ പോലും പിള്ളേരൊക്കെ ഇറങ്ങി പഠിക്കാൻ വേണ്ടി സെറ്റപ്പാക്കി. അതെ, ഇത് മൂത്തത്. ഇളയാൾ അവിടെ ഉണ്ട്. ഇതൊക്കെ ഇവരൊക്കെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ അവർ UKG LKGയിലും പിന്നെ വലിയ സ്കൂളിലൊക്കെ ഇവരൊക്കെ പിള്ളേരൊക്കെ. എൻ്റെ കൂടെ വന്ന കൊച്ചുമൊക്കെ അതെല്ലാം അവരവിടെ പഠിച്ചതാണ്. ഇപ്പോൾ അവരൊക്കെ വലിയ സ്കൂളിൽ. അപ്പം ഞങ്ങളെന്നാൽ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ നടന്നപ്പോൾ ടീച്ചർ പിന്നെയും ഞങ്ങളെ വിളിച്ച് നിർത്തി. അവിടെ തൈ നടുന്ന എന്തോ ഒരു കാര്യം. തൈ നടുന്നതെന്ന് വെച്ചാൽ
എന്തിൻ്റെയെന്ന് അറിയത്തില്ല. അപ്പം നമ്മളെ കൂടെ പിടിച്ച് അവിടെ നിർത്തി ഫോട്ടോയൊക്കെ എടുക്കാനും കൊണ്ട് അവരെല്ലാം തൊഴിലുറപ്പുകാരാണ്. അപ്പം അവർ കൊണ്ട് കൊടുത്ത തൈയാണ്. അപ്പോൾ അംഗൻവാടിയുടെ സൈഡിലായിട്ടെല്ലാം നട്ടു വെച്ച്. പണ്ട് നമ്മളും ഇതുപോലെ നടുന്നതിന് കൊച്ചുങ്ങളല്ലേ, നമുക്കറിയത്തില്ലല്ലോ, നമ്മളെ കൊണ്ടിങ്ങനെ നടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെയല്ല അതിനെല്ലാം നിന്ന് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഞങ്ങൾ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം അപ്പം നമ്മൾ അവനെ കൊണ്ടുവിട്ടിട്ട് നമ്മൾ തിരിച്ചു പോകാണ്ട്. അംഗൻവാടി ഉണ്ടോ ഇന്ന് ഞാൻ വേറെ കുറേ വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ. ഞാനിപ്പം നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലല്ല, എൻ്റെ വീട്ടിലല്ലെന്ന് വെച്ചാൽ അണ്ണൻ്റെ വീട്ടിലല്ല. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലോട്ട് വന്നതാണ്. ഞാൻ ഇന്നലെ വൈകിട്ട് വന്നതാണ്, രാത്രിയിലായി വന്നപ്പോൾ. വന്നപ്പോൾ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ രാത്രി ആയതുകൊണ്ട് ഇവരെയും കൊണ്ട് ബൈക്കിൽ വരുന്നത് കൊണ്ട് എടുത്തില്ല. എന്നിട്ട് ഞങ്ങളെ വിട്ടിട്ട് അണ്ണൻ അങ്ങ് പോയി. ഇനി ഞാൻ ഇന്ന് കുറച്ച് വീഡിയോസ് ഞങ്ങളുടെ ഇവിടുത്തെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാം എന്നൊരു പ്രതീക്ഷയിലൊക്കെ ഇരിക്കുക. നമ്മളിപ്പോൾ ഞങ്ങൾ തിരിച്ചു വേണ്ടത് ഇത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ മോളാണ്, വൈകിയെന്നാണ് പേര്. അപ്പോൾ ഞങ്ങളെന്നെ പോവും അങ്ങോട്ട് തിരിച്ച്. അവിടെ കിടന്ന് കരച്ചില്ല. ഞാൻ കേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. രണ്ടുപേരും ഇപ്പോൾ കരച്ചിലായി. ആക്കിയിട്ട് പോട്ടെ. അവിടെയൊക്കെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്, നോക്കട്ടെ പറ്റും. മഴയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക. ഇപ്പം എന്തായാലും നോക്കാം. അപ്പം ശരി. പണ്ടത്തെ കുഴൽക്കിണർ ഞങ്ങളതിനകത്തിരുന്ന് കുറേ കളിച്ചിട്ടുണ്ടല്ലോ. ഇതല്ല ഇത്രയും ഇച്ചിരി താഴ്ച ഉണ്ടായിരുന്നു. ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു, സ്റ്റാൻഡ് വട്ടത്തിൽ. നീ കണ്ടിട്ടില്ലേ? നിനക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ നമ്മൾ കുഞ്ഞിനെ കൊണ്ടുവിട്ടിട്ട് വന്ന് നമ്മൾ ഇനിയിപ്പോൾ വേറൊരു സ്ഥലത്തോട്ട് പോവാം. വേറൊരു സ്ഥലത്തോട്ട് വന്ന് ഇപ്പം ഞാൻ പറയാം കേട്ടോ എവിടെ പോകുന്നതെന്ന്. അപ്പം വാ. ഹലോ ഗായ്സ്. അപ്പം നമ്മളിപ്പം ഞാൻ എന്നാൽ ഇവിടെ തൊട്ടടുത്ത അനിയത്തിയുടെ വീട്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. അവളും മോനും ഉണ്ട് അവിടെ. അപ്പം എന്നാൽ അങ്ങോട്ടോടൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിറങ്ങിയതാ ഞങ്ങളെല്ലാവരും. ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുക. അവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ ഇപ്പം വരാമെന്ന് പറഞ്ഞ് വിളിച്ച് ഫോൺ ചെയ്ത് ഞങ്ങൾ വരുവാന്ന് പറഞ്ഞു. അപ്പം അങ്ങോട്ട് പോയിട്ട് വരട്ടെ. ദോ വരുന്നടാ. ടാറ്റാ, ഞങ്ങൾ പോവാന്നേ. പോടാ എഴുന്നേറ്റ്. ആ ടാറ്റ. എന്നാ പോ, അങ്ങോട്ട് പോ. ടാറ്റ എന്നിട്ട് ഇങ്ങോട്ട് വരില്ല, അങ്ങോട്ട് പോ. ഞാൻ എന്തിനാ എന്നെടുത്ത് കളിക്കുന്നേ? അത് 2 മുട്ടായി. കപ്പലണ്ടി മുട്ടായി. കപ്പലണ്ടി എടുത്ത്. അതെന്തിനാ? ഞാൻ അവന് കൊടുക്കാൻ എടുത്തേ. അത് സൂര്യന് വെച്ചേക്കാൻ ഞാൻ അമ്മയെ ഏൽപ്പിച്ചല്ലായിരുന്നു. വായോ താഴെ ഇടരുത്. എന്തോ ഒരു സ്നേഹം. 2 എണ്ണം തമ്മി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അടിയ. ഇപ്പൊ നോക്ക്, ഒരു സാധനം ഇട്ട് അങ്ങോട്ട് കൊടുക്കത്തുമില്ല. എന്നിട്ട് നോക്ക് എടുത്തോണ്ട് വരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ ചോദിക്കും എന്താ അമ്മയെ കാണിക്കാഞ്ഞെന്ന് ചിലപ്പോൾ ചോദിക്കും. അമ്മയ്ക്ക് അങ്ങനെ വീഡിയോയുടെ മുന്നിൽ വരുന്ന ഇഷ്ടമല്ല. ഞാൻ എടുക്കാൻ നോക്കിയത്, പക്ഷെ അമ്മ പറഞ്ഞ വേണ്ടാന്ന്. അതുകൊണ്ടാണ് അമ്മ വീഡിയോ കാണിക്കാത്തത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കും ഞാനിനി വീഡിയോയിൽ മാത്രം അമ്മ ഒഴിവാക്കിയെന്ന് വിചാരിക്കും. അതൊന്നുമല്ല, അമ്മയ്ക്ക് ഇഷ്ടമല്ല. പിന്നെ വേറെ ആരെ കാണാനാ പോന്നെ? തമ്പുരുവിനെ കളിക്കാൻ പോവാന്നോ? ഒന്നും കൊണ്ടുപോയില്ലല്ലോ, തമ്പുരിനൊന്നും വാങ്ങിച്ചില്ലല്ലോ. ഇങ്ങോട്ട് നോക്ക്, തമ്പൂരിനൊന്നും വാങ്ങിച്ചില്ലല്ലോ. പാപ്പ ഒന്നും വാങ്ങിക്കാതാണോ പോന്നേ? നീ ഇന്നലെ മേടിച്ച് മുട്ടായി എടുത്തു. എന്നിട്ട് ഇവിടെ നിന്ന് ഇനി താഴോട്ട് പോണം. അവിടെ വീട്. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. വീടല്ല പട്ടി അവിടെ നില്ലേ. എന്താ നിന്നെ കണ്ടോണ്ട് അത് ഓടിപ്പോയി. കുഞ്ഞോ ഓടില്ലേ. അപ്പൊ നമ്മള് ഞാൻ അനിയത്തിയുടെ വീട്ടിൽ വന്നതേ ഉള്ളു ഇങ്ങോട്ട്. വല്ല തട്ടാനുണ്ടോ നോക്കട്ടെ, ഫുഡ് വല്ല അടിക്കാനുണ്ടോ നോക്കട്ടെ.
ബാക്കി ഞാൻ പിന്നെ അറ വീട്ടിൽ വന്നപ്പോ തന്ന സാധനമാ അവൾക്ക് തീരെ വയ്യാതിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ വന്നത്. അവൾക്ക് തലകറക്കവും ഛർദിലൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് ഒരു മൂഡ് ഔട്ടായിട്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു ഒരു രസമില്ലായിരുന്നു. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു അടിപൊളി വൈബാ, സംസാരവും കാര്യവും തമാശയും. ആക്കി മോനെ. നല്ല രസമുണ്ട്. നീ കുറച്ചുകൂടെ ആക്കി വരുന്നതായിട്ട് നോക്കട്ടെ. ആക്കിയെന്ന് കൊള്ളാലോ അത്. അപ്പം നമ്മളിവിടെ വന്ന് ഇവിടെ ഇങ്ങനെ ചുമ്മാതിരിക്കുക, വേറെ പരിപാടിയൊന്നും ഇല്ല, ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ പിള്ളേരൊക്കെ നിന്ന് കളിക്കുക, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നു. എന്തുവാ മഴയുണ്ട്, നല്ല മഴയുണ്ടായത്. എന്തോ വീഡിയോ എടുക്കുന്നേ, ദൂരോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടിങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നൊരു ദിവസത്തൊരു ചെറിയൊരു വ്ളോഗായിട്ട് എടുത്തതാണ്, ചെറിയൊരു മിനി വ്ളോഗായി എടുത്ത. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല രസമുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഊതുന്നുണ്ടല്ലോ, ചെറിയ ബബിൾ വിടുന്ന, അതായിരുന്നല്ലോ. ഇപ്പം നല്ല ഓരോരോ കണ്ടുപിടുത്തങ്ങൾ, അതാ നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെ അകത്തും എന്നിട്ടിങ്ങനെ സൂപ്പർ. ഇതാകുമ്പോൾ നമുക്ക് വലിയതായിട്ട് വരും. അന്നൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഊതി വിടുമ്പോൾ കണ്ടാ. അവനിവിടെ ആക്കി കൊടുത്തേ, കുഞ്ഞിനും കൂടെ. എന്തോന്നാ എന്നാ തമ്പുരു എടുത്തോ കേട്ടോ. മോനെടുത്ത് വളർത്തിക്കും. എല്ലാവരും ഒന്ന് കളിക്കുക. അപ്പം ഈ നിൽക്കുന്ന ആളാണ് നമ്മൾ അപ്പുറത്തെ വീട്ടിലെ കൊച്ച എന്ന് വെച്ചാൽ അനിയത്തിൻ്റെ വീടിൻ്റെ അപ്പുറം താമസിക്കുന്നത്. അവൾ തുണി എഴുന്നേരത്ത് തന്നെ വിളിച്ച് ഇരുത്ത് കാര്യം പറയിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മളതും കണ്ട് കാര്യം, അവൾക്ക് വയ്യാതിരിക്കുന്നുണ്ട്, നമുക്ക് ഒരു നേരം പോക്കിന് ആരും ഇല്ലല്ലോ. ഇവരെല്ലാവരും കൂടെ കൂടുമ്പോഴാണ് നല്ല രസം, നല്ല അടിപൊളി കാര്യം പറച്ചിലും ബഹളവും. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ വന്ന്, ഇവിടെ ഭയങ്കര മഴയായതുകൊണ്ട് നമുക്ക് വേറെ എങ്ങോട്ടും പോകാനൊന്നും പറ്റില്ല, വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ലാണ്ട് മോൻ ഇറങ്ങി വരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയും വെച്ച് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാനിവിടെ വന്നപ്പോൾ അവൾക്ക് അനിയത്തിക്ക് വയ്യ, അവൾ അന്നേരം കിടക്കുക. പിന്നെ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ പിന്നെ കുറച്ച് വീഡിയോ എടുത്ത് പിന്നെന്തുവാ, ഇവിടെ അടുത്തൊരാളിരിപ്പുണ്ട്, പിന്നെ അപ്പുറത്തെ വീട്ടിലെ. പേരെന്തുവാ കുട്ടി? സുന്ദരി. മുഖം കാണിക്കാതിരിക്കുവോള്. തുണി കഴുകുക. അപ്പോൾ അവിടെ മഴ പൊടിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും വീഡിയോ ഉള്ളൂ. ഞാനിവിടെ ഇരിക്കുക, മഴയത്ത് മുറ്റത്തിരിക്കുക. അപ്പോൾ അവൾ അനിയത്തി കിടന്ന് ഉറങ്ങുന്നു, കുഞ്ഞുങ്ങളവിടെ കിടന്ന് കളിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വേറെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു, പോകാമെന്ന് വിചാരിച്ചാൽ. പക്ഷെ മഴയാണ്ട് പോകാൻ പറ്റുന്നില്ല. നല്ല സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു, അവിടെ തോടൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ മെയിനായിട്ടൊരു നമ്മുടെ ഹോബിയാണല്ലോ തോടും കാടും. പക്ഷെ ഇപ്പം മഴയാണ്ട് പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും എനേബിൾ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മഴ ചാറി ഞാൻ നനയുന്നു. അപ്പം ബൈ.